ട്വിസ്റ്റുകൾക്ക് പിന്നാലെ ട്വിസ്റ്റുകൾ അരങ്ങേറുന്ന മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം. ഏക്നാഥ് ഷിൻഡെയെ പിണക്കി ഒരു മന്ത്രിസഭാ രൂപീകരണമോ? മുഖ്യമന്ത്രി ആരെന്ന ചോദ്യം ഇപ്പോഴും സസ്പെൻസായി തുടരുകയാണ്. പക്ഷേ സത്യപ്രതിജ്ഞാ ദിനം ഏതെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി ആര് തന്നെയായാലും സത്യപ്രതിജ്ഞ ഡിസംബർ 5 വൈകിട്ട് 5 മണിക്ക് നടക്കും. ബി.ജെ.പിയുടെ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രി കസേരയിൽ എത്തുമെന്ന അഭ്യൂഹങ്ങളെ തള്ളി നിലവിൽ കാവൽ മുഖ്യമന്ത്രിയായി തുടരുന്ന ശിവസേനയുടെ ഷിൻഡെ മുഖ്യമന്ത്രിയാകുമോ? ഇനി ഇവ രണ്ടുപേരുമല്ലാതെ പുതിയൊരാളെത്തുമോ? മഹാവിജയത്തിന് ശേഷം മഹായുതിയിൽ നടക്കുന്നത് അത്രയും വിചിത്രവും രഹസ്യവുമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഫഡ്നാവിസിന് തന്നെയാണ് മുൻതൂക്കമെങ്കിലും ഔദ്യോഗിക തീരുമാനം ഉണ്ടാകാത്തതിനാൽ അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യത പലരും സംശയിക്കുന്നുണ്ട്. കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹോളിന്റെ പേര് ചർച്ചകളിൽ സജീവമാണ്. ബി.ജെ.പി മുംബൈ ഘടകം അധ്യക്ഷൻ ആശിഷ് ഷേലാർ, ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ, എം.എൽ.എ. രവീന്ദ്ര ചവാൻ എന്നീ പേരുകളും ചർച്ചകളിൽ ഉയർന്നിരുന്നു. മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 288 നിയമസഭാ സീറ്റുകളിൽ 230 സീറ്റുകൾ നേടിയാണ് മഹായുതി സഖ്യം വിജയം നേടിയത്. ബി.ജെ.പി 132 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നു. ശിവസേനയും എൻ.സി.പിയും യഥാക്രമം 57ഉം 41ഉം നേടി. അടുത്ത മുഖ്യമന്ത്രി ശിവസേനയിൽ നിന്നാണോ അതോ ബി.ജെ.പി മുഖ്യമന്ത്രിയാകുമോ എന്ന ആകാംക്ഷയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയതിനാൽ ഫഡ്നാവിസ് അധികാരം ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് ആദ്യം മുതലേ പറഞ്ഞു കേട്ടത്. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പി നേതൃത്വവും എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന് ഏക്നാഥ് ഷിൻഡെ പ്രഖ്യാപിച്ചത്. ഇത് പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെ ഉന്നത സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാൻ വഴിയൊരുക്കി. ഇതുവരെ പേരൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും സമീപകാല സംഭവ വികാസങ്ങൾ സൂചന നൽകിയത് ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രി ബി.ജെ.പിയിൽ നിന്നായിരിക്കുമെന്ന് എൻ.സി.പി അജിത് പവാറും വ്യക്തമാക്കിയിരുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ചർച്ചകൾക്ക് മഹായുതി സഖ്യത്തിന്റെ മുൻനിര നേതാക്കളായ ബി.ജെ.പിയുടെ ദേവേന്ദ്ര ഫഡ്നാവിസ്, ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ, എൻ.സി.പിയുടെ അജിത് പവാർ എന്നിവർ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ഇതിന് ശേഷമായിരുന്നു വമ്പൻ ട്വിസ്റ്റ്. ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ ഷിൻഡെ സർക്കാർ രൂപീകരണത്തിനായി ചേരേണ്ടിയിരുന്ന മഹായുതി സഖ്യത്തിന്റെ നിർണായക യോഗം ബഹിഷ്കരിച്ച് സ്വന്തം നാടായ സത്താറയിലേക്ക് പോയി. മുഖ്യമന്ത്രിയായി ബി.ജെ.പി നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് വരുന്നതിന് ഏക്നാഥ് ഷിൻഡെ സ്വാഗതം ചെയ്തിരുന്നുവെന്നും മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച് തർക്കത്തിലാണ് പ്രതിസന്ധി ഉടലെടുത്തതെന്നുമായിരുന്നു സൂചന. എന്നാൽ ഷിൻഡെ ആരോഗ്യ കാരണങ്ങളാലാണ് ഗ്രാമത്തിലേക്ക് പോയതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ശിവസേന നേതാവ് ഉദയ് സാമന്ത് വിശദമാക്കിയത്. മാത്രമല്ല, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഏക്നാഥ് ഷിൻഡെ വലിയൊരു തീരുമാനമെടുക്കുമെന്ന് മറ്റൊരു ശിവസേന നേതാവ് സഞ്ജയും അറിയിച്ചിരുന്നു. പിന്നീട് എന്താണ് ഷിൻഡെ എടുക്കാൻ പോകുന്ന ആ വലിയ തീരുമാനം എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. എന്നാലോ ആ തീരുമാനത്തെക്കുറിച്ച് പിന്നീട് അറിവുകളൊന്നും ഉണ്ടായതുമില്ല. പകരം പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ച് സംസ്ഥാന ബി.ജെ.പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ രംഗത്തെത്തുകയായിരുന്നു. തീയതിയും സമയവും അടക്കം മുംബൈയിലെ ആസാദ് മൈതാനിയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു. അവിടെ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഒരു ഭാഗത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കുള്ള ക്ഷണവും ഒരുക്കങ്ങളും ഒക്കെ നടക്കുമ്പോൾ മറുഭാഗത്ത് ഷിൻഡെയെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി.ജെ.പി നേതൃത്വം. ആഭ്യന്തര വകുപ്പ് കിട്ടാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന കടുത്ത നിലപാടാണ് ഷിൻഡെ എടുത്തിരിക്കുന്നതെന്നാണ് സൂചന. മുഖ്യമന്ത്രി ബി.ജെ.പിയിൽ നിന്നായിരിക്കുമെന്ന് അജിത് പവാർ പറഞ്ഞതും ഷിൻഡെയുടെ അതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പദമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയ ഏക്നാഥ് ഷിൻഡെ ഇപ്പോൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ തന്നെയാണ് ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പും നിയമസഭാ സ്പീക്കർ സ്ഥാനവും ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാൻ പദവിയും വേണമെന്നാണ് ശിവസേനയുടെ ആവശ്യം. എന്നാൽ ആഭ്യന്തരം വിട്ടുകൊടുക്കാൻ ബി.ജെ.പി തയ്യാറല്ല താനും. സത്യപ്രതിജ്ഞ നീണ്ടുപോകുന്നതിൽ ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുമുണ്ട്. ഏക്നാഥ് ഷിൻഡെ ബീഹാർ മോഡൽ എന്ന ആശയമാണ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരുന്നത്. ബി.ജെ.പി കൂടുതൽ സീറ്റുകൾ നേടിയിട്ടും മുഖ്യമന്ത്രി പദം നിതീഷ് കുമാറിന് നൽകിയിരുന്നു. എന്നാൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വം മഹാരാഷ്ട്രയിൽ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് ചർച്ചകളുടെ തുടക്കത്തിലേ വ്യക്തമാക്കിയിരുന്നു. എന്നാലോ മുഖ്യമന്ത്രി പദം കിട്ടിയില്ലെങ്കിൽ സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുക എന്നതാണ് ഏക്നാഥ് ഷിൻഡെയുടെ തീരുമാനം. എന്നാൽ ഇത് ഭരണത്തെ സുഗമമാക്കില്ലെന്ന് ബി.ജെ.പിക്ക് വ്യക്തമാണ്. ഇനിയിപ്പോ ഷിൻഡെയോട് ആലോചിക്കാതെ സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ചതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും നീക്കങ്ങളും ഏതു വിധത്തിലാകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്.